ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ നിലവിൽ സാന്റോസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായി 5 മാസത്തെ ഒരു കോൺട്രാക്റ്റിലാണ് നെയ്മർ ഒപ്പുവെച്ചിട്ടുള്ളത്. അതിന്റെ ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് വരുന്ന സമ്മറിൽ യൂറോപ്പിലേക്ക് തിരിച്ചെത്തുക എന്ന ഒരു ലക്ഷ്യം നെയ്മർ ജൂനിയർക്കുണ്ട്. ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത സീസണിലേക്ക് മികച്ച ഒരു യൂറോപ്യൻ ക്ലബിനെ കണ്ടെത്തുക എന്നതാണ് നെയ്മറുടെ ലക്ഷ്യം. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പ്രമുഖ സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ സാൻഡി ഒവയെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഇപ്പോൾ ബാഴ്സയിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം. വരുന്ന സമ്മറിൽ ബാഴ്സയിലേക്ക് തിരികെ വരാൻ വേണ്ടി നെയ്മർ ജൂനിയർ ശ്രമിക്കും എന്നാണ് സാൻഡി ഒവയെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് നെയ്മർക്ക് ബാഴ്സയിലേക്ക് എത്താൻ താല്പര്യമുണ്ട്. അദ്ദേഹം ബാഴ്സയെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ബാഴ്സലോണ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി സാൻഡി ഒവയെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ബാഴ്സയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ അത്ര മെച്ചപ്പെട്ട നിലയിൽ ഒന്നുമല്ല. നെയ്മറെ പോലെയുള്ള ഒരു താരത്തെ കൊണ്ടുവരണമെങ്കിൽ വലിയ ഒരു ചിലവ് അവർ വഹിക്കേണ്ടി വരും. പക്ഷെ നെയ്മർ ജൂനിയർ സാലറി ഒക്കെ കുറക്കാൻ തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാന്റോസിലേക്ക് എത്താൻ വേണ്ടി വലിയ രൂപത്തിൽ സാലറി കുറക്കാൻ നെയ്മർ തയ്യാറായിരുന്നു. ബാഴ്സയുടെ കാര്യത്തിലും ഒരുപക്ഷെ ആ ഒരു നിലപാടൊക്കെ എടുത്തേക്കും എന്നുള്ളതാണ്. ഏതായാലും ഓവയെ പറയുന്നത് നെയ്മർ ജൂനിയർ അടുത്ത സീസണിലേക്ക് യൂറോപ്പിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. ബാഴ്സയിലേക്ക് അദ്ദേഹം തിരികെ വരാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അത് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നേരത്തെ 2013 മുതൽ 2017 വരെ ബാഴ്സലോണക്ക് വേണ്ടി നെയ്മർ കളിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ആകെ ബാഴ്സയ്ക്ക് വേണ്ടി 186 മത്സരങ്ങൾ കളിച്ച നെയ്മർ 105 ഗോളുകളും 76 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.